ഇപ്പോൾ MVD എന്താണെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊണ്ട് ഒട്ടിക്കാൻ സമ്മതിക്കത്തില്ല. മാരുതി വാഹനങ്ങളെ എല്ലാവരും പറയും പപ്പടമാണ്, ബിൽഡ് ക്വാളിറ്റി ഇല്ലെന്നൊക്കെ. എങ്ങനെയുണ്ട് പൊടി പറഞ്ഞില്ല. 10 ലക്ഷം രൂപ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വാഹനം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന ബലേനോ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആണ്. കാരണം ഇപ്പം മേടിച്ചാൽ ഇരട്ടി മേടിക്കാന്ന് പറയുന്നതല്ല, ഇപ്പം മേടിച്ചാൽ നിങ്ങൾക്ക് 60,000 രൂപ വില കുറവിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുന്നേക്കൊന്ന് കഴിഞ്ഞ മാസം ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. നെക്സ വാഹനങ്ങൾക്ക് കറന്റ് കുറേ അധികം ഓഫറുകൾ പോകുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ബലേനോയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഓഫറുകൾ കിട്ടുന്നുണ്ടെന്ന്. അന്ന് ഞാൻ പറഞ്ഞ ഓഫറുകൾ ഒന്നും തീർന്നിട്ടില്ല. അതെ, കറന്റ് ഇപ്പോഴും ആ ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. മാനുവൽ ആയിക്കോട്ടെ, ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് വാഹനം, അതായത് ഇതിന്റെ ബലേനോയുടെ ഏത് വേരിയന്റ് എടുത്താലും ഈ പറയുന്ന ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞോട്ടെ, മാരുതി ഹേറ്റേഴ്സ്, അതായത് പപ്പടാന്നൊന്നും പറഞ്ഞു വരേണ്ട, വെയിറ്റ് കൂടിയിട്ടുണ്ട് 100 കിലോയോളം. അപ്പം ഞാൻ പറയുന്നത് മേടിക്കാൻ വരുന്നവർക്കുള്ള ഓഫേഴ്സ് ആണ്. സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂൻ ഓൺ വീൽസ്. അപ്പം നമുക്ക് ഒത്തിരി ഓഫേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കാണാപ്പാടം പഠിക്കേണ്ട ടൈം കിട്ടില്ല. തലേദിവസമെങ്കിലും സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഞാൻ പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇന്നും ഓഫേഴ്സ് പറയാനായിട്ട് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ MX ചേട്ടൻ തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന. ചേട്ടാ വെൽക്കം. നമസ്കാരം. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ അധികം ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തുടങ്ങാം അല്ലേ? ഓക്കെ. നമ്മൾ ഈ തവണയും ബലേനോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒട്ടും ഓഫർ കുറയാതെ തന്നെ നമ്മുടെ മാർച്ചിൽ ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ മാനുവലും ഓട്ടോമാറ്റിക്കും ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മാനുവൽ വേരിയൻറ്റിനകത്ത് വരുമ്പോഴത്തേക്കും കൺസ്യൂമർ ഓഫർ 27,500 കോർപ്പറേറ്റ് ബെനിഫിറ്റ് 7,000 രൂപയും എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് 20,000 രൂപയും വരുന്നുണ്ട്. ടോട്ടൽ ബെനിഫിറ്റ് 54,500 നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ആക്സസറീസും അതുകൂടാതെ തന്നെ നമുക്ക് ഫ്യൂവൽ കൂപ്പണും നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റും സെക്കൻഡ് വേരിയന്റ് പോലെ നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കിനകത്ത് നമുക്ക് ഓഫർ വരുന്നത് കൺസ്യൂമർ ഓഫർ 32,500 ആണ് കൺസ്യൂമർ ഓഫർ വരുന്നത്. 20,000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് എക്സ്ചേഞ്ച് ബോണസും 7,000 രൂപ അടുത്ത് നമുക്ക് കോർപ്പറേറ്റ് ബെനിഫിറ്റും വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആക്സസറീസും അതിന്റെ കൂടെ ഫ്യൂൽ കൂപ്പണും ഒരു ഗിഫ്റ്റ് ബോക്സും കൂടി ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരും. ഓട്ടോമാറ്റിക് ഓഫർ കൂടുതലല്ലേ? ഓഫർ കൂടുതൽ ഓട്ടോമാറ്റിക് വേരിയൻസിനാണ്. 59,500 നമുക്ക് ഓഫർ വരുന്നുണ്ട്. നമ്മുടെ ഓഫേഴ്സ് ഇത്രയാണ് കറന്റ് ബലേനോയ്ക്ക് ഉള്ളത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം മാരുതി വാഹനങ്ങളെ എല്ലാവരും പറയും പപ്പടമാണ്, ബിൽഡ് ക്വാളിറ്റി ഇല്ലെന്നൊക്കെ. പക്ഷെ ഇപ്പൊ ബലേനോയ്ക്ക് നമ്മൾ പറഞ്ഞ എന്താണ് 100 കിലോയോളം അല്ലേ വെയിറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. 2015 ഈ വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ ഉള്ള വണ്ടി മീൻസ് നേരത്തെ ഉള്ള പഴയ മോഡലിനേക്കാൾ ഇപ്പോൾ വരുന്ന വണ്ടിക്ക് ഏകദേശം 90 മുതൽ 100 കിലോ വരെ നമുക്ക് ബോഡി വെയിറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ബോഡി വെയിറ്റ് കൂടുന്തോറും വണ്ടിയുടെ എന്താ പറയുക സ്റ്റെബിലിറ്റിയും കൂടും. അതേമാതിരി തന്നെ നമുക്കിപ്പോൾ ഒരു ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ടക്ക് ഫീലിംഗ് നമുക്ക് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കിട്ടും. ആ ഒരു ഇതുണ്ട്, അതെ, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് പപ്പടം എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കാറുണ്ടെങ്കിലും പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കാര്യം, അതായത് ഹേറ്റേഴ്സ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഈ വണ്ടി കുറെ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളുടെ സെല്ലിംഗ് പോയിന്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, കുറെ കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ ആൾക്കാർ എന്തുകൊണ്ട് ഈ വണ്ടി ഓപ്റ്റ് ചെയ്യുന്നത്? ഈ വണ്ടിന്ന് മാത്രമല്ല, മാരുതി ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിന്റെ സർവീസ് കോസ്റ്റ് ആണ്. വളരെ ഇപ്പം നിങ്ങൾ തന്നെ ഓൾറെഡി ഒരു വാഗണാർ യൂസ് ചെയ്യുന്നുണ്ട്, വേറെ അതർ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മാർക്കറ്റിനകത്ത് നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വണ്ടി ഇറക്കുമ്പോൾ അതിന്റെ സർവീസ് കോസ്റ്റ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ അത് അഫോർഡബിൾ ആയിട്ട് വരില്ല. ഇതിന്റെ സർവീസ് കോസ്റ്റ് നമുക്കൊരു എന്താ പറയുക, ഒരു 3,000-3,500 ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് സർവീസ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റിനകത്ത് നമുക്കിത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൈലേജ്. കോമ്പറ്റീറ്റർ മോഡലായിട്ടുള്ള വണ്ടികൾ ഞാൻ പറയുന്നില്ല, മോഡൽസ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 17 മുതൽ 20% നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരു 4 സിലിണ്ടർ വണ്ടിക്ക് നമുക്ക് കോമ്പറ്റീറ്റർ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ മൈലേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ആണ്. പിന്നെ നമ്മൾ ഇതിന്റെ സർവീസ് സെന്റേഴ്സിന്റെ എണ്ണം കേരളത്തിലാണെങ്കിൽ ഓരോ 30 കിലോമീറ്ററിലും ഏതെങ്കിലും ഒരു ഡീലർഷിപ്പിന്റെ സർവീസ് സെന്റർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അതുകൂടാതെ ഓൺ റോഡ് സർവീസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് മൈലേജ്, അതുപോലെ ഒരു വണ്ടി വിറ്റാൽ അതിന്റെ സർവീസ് നമ്മൾ നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും മാരുതി വാഹനങ്ങളോട് ആൾക്കാർക്ക് ഇപ്പോഴും അല്ലെ, റോഡ് നമ്മളെ എന്തൊക്കെ ഹേറ്റഡ് നമ്മൾ പറഞ്ഞു വരത്തില്ല, ആവശ്യക്കാരനെ എടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പോയിന്റ്. പിന്നെ ബ്ലാക്ക് എഡിഷൻ ഉണ്ടല്ലോ ഈ വണ്ടിയുടെ. ഇപ്പൊ ബ്ലാക്ക് എഡിഷൻ വരുന്നത് സീറ്റ ആൽഫ വേരിയൻസിനകത്താണ് നമുക്ക്
നമുക്ക് ടോപ്പ് മോഡൽ രണ്ടെണ്ണത്തിനാണ് വരുന്നത്. ബ്ലാക്ക് ചോദിച്ചു വരുന്നത് കുറെ നാളത്തേക്ക് നമുക്ക് ബ്ലാക്ക് മാരുതിയിൽ അവൈലബിൾ അല്ലായിരുന്നു. അതിനുശേഷം ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ബ്ലാക്ക് എഡിഷൻസ് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ഡ്രസ്സിങ്ങിലാണെങ്കിലും ഞാൻ പൊതുവെ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ഏകദേശം ബ്ലാക്ക് കളറാണ് വരുന്നത്. അപ്പോൾ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡാർക്ക് എഡിഷൻ വരുന്നത്. അപ്പോൾ ഡാർക്ക് എഡിഷൻ കൂടെ വന്നപ്പോൾ ഇപ്പോൾ കറന്റ്ലി എത്ര കളർ ഓപ്ഷൻസ് ഉണ്ട്? ഇപ്പൊ നമുക്ക് നിലവിൽ വരുന്നത് വൈറ്റ്, സിൽവർ, ഗ്രേ, നെക്സാ ബ്ലൂ, അതേപോലെ തന്നെ ബീജ് കളർ വരുന്നുണ്ട്. അതെ, അന്നത്തെ പഴയ വീഡിയോയിൽ നമ്മൾ കണ്ട നെക്സാ ബ്ലൂ ആണ്. പിന്നെ ഡാർക്ക് കളറായിട്ട് ബ്ലാക്കും വരുന്നുണ്ട്. ഇതെല്ലാം മെറ്റാലിക് ഫിനിഷ് ആണ്. നമ്മൾ അടുത്ത് വന്ന് നോക്കി അറിയാൻ പറ്റും. ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഗ്ലേസിങ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അത് മെറ്റാലിക് ആണ് ഇത് വരുന്നത്. മെറ്റാലിക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് ആ ഒരു ഗ്ലേസിങ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് കൂടിയതല്ലാതെ കുറച്ച് അഡീഷണൽ മാറ്റങ്ങളും കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്? മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടും ബാക്കും ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. അതായത് പഴയ ബലേനയ്ക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടും ബാക്കും ഇച്ചിരി തള്ളി നിൽക്കുന്നതുകൊണ്ട് ചപ്പാത്ത് അല്ലെങ്കിൽ ഹമ്പ് കയറുമ്പോൾ ഒരേയുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. എന്നോട്ട് വീൽ ബേസ്, അതായത് വീൽ ബേസ് മീൻസ് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഒതുക്കാതെ തന്നെ, അത് ക്യാബിൻ സ്പേസ് ഒട്ടും കുറയ്ക്കാതെ തന്നെയാണ് നമുക്ക് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കസ്റ്റമർക്ക് ഓടിക്കാൻ സുഖമാണ്. ഏത് ടെറൈനിലും നമുക്ക് ഓടിക്കാനും പറ്റും, എന്നാട്ട് വീൽ ബേസ് കുറഞ്ഞിട്ടില്ല. അത് കൂടാതെ കുറച്ച് മാറ്റങ്ങളും കൂടി നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഒന്ന് 360 ക്യാമറ, നമുക്ക് സറൗണ്ടിങ് ആയിട്ട് 360 ഒരു വൈഡ് ആംഗിൾ ക്യാമറ 4 സൈഡിലും, അതായത് 2 മിററിന്റെ സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് നമുക്ക് 360 ക്യാമറകൾ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമുക്ക് മീറ്റർ കൺസോളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് റോഡ് നോക്കി, അതായത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് റോഡ് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷൻ മാറിപ്പോകും. അപ്പൊ അപകടങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് സേഫ്റ്റി ഫീച്ചറും കൂടിയാണ്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ 6 എയർ ബാഗ് ആണ് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സേഫ്റ്റി ഫീച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് 6 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പഴയ വണ്ടിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ 9 ഇഞ്ചാണ് ഫുൾ ഓപ്ഷനകത്ത് നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നത്. അത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം നമുക്ക് കണക്ടിവിറ്റി വരുന്നുണ്ട്. അത് കൂടാതെ അത് വയർലെസ് ആണ് വരുന്നത്. ഇതിനടുത്തായിട്ട് ഇപ്പൊ റിയറിലോട്ട് പോവാണെങ്കിൽ നമുക്ക് 3 പോയിന്റ് ഇതൊക്കെ വന്നിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് റിമൈൻഡറും അതിന്റെ കൂടെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. അതും സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ അതെ, ഇത് കമ്പനി ടിൻഡഡ് ആണോ? അതെ, കമ്പനി ടിൻഡഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കി അറിയാൻ പറ്റും. ഏകദേശം 38 മുതൽ 40 ഡിഗ്രി ഒക്കെ വരെയാണ് നമുക്ക് ചൂട് വരുന്നത്. അപ്പോൾ MVD എന്താണെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊണ്ട് ഒട്ടിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ കമ്പനി തന്നെ ഈ ഫുൾ ഓപ്ഷൻ കാര്യങ്ങളിൽ നമുക്ക് ടിൻഡഡ് ഗ്ലാസ് വരുന്നുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് സാധാ വണ്ടിയിലിരിക്കുന്നതും ഇതിനകത്ത് വ്യത്യാസം മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് റിയറിലേക്ക് AC വെന്റും വന്നിട്ടുണ്ട്. റിയർ AC വെന്റിന്റെ കൂടെ തന്നെ നമുക്ക് അവിടെ ഒരു ചാർജിങ് സോക്കറ്റും കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ആഡ് വന്നത്. അതുപോലെ തന്നെ എന്താണ് പിന്നെ വന്നൊരു മാറ്റം വന്നല്ലോ, നമുക്ക് പുതിയ ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നു. അതെ, പേര് പറയുന്നത് ഇതിനകത്ത് പറയുന്നത് നെക്സ്റ്റ് 3 DR-ലാണ് വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ LED പ്രൊജക്ട് ഹെഡ് ലാമ്പും ഒരു LED ഫോഗ് ലാമ്പും. ഇത്രയാണ് മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത്രയും ഫീച്ചേഴ്സ് ആണ് അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഒരു മോഡലിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഫീച്ചേഴ്സ് എല്ലാം അടങ്ങിയ വാഹനമാണ് ഇത്ര ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നമ്പർ ഡിസ്പ്ലേ കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് എൻക്വയറി ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് ഈ ഒരു ബലേനോ ആയിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അഡീഷണൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ, ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം അല്ലേ, എന്ത് വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്തൊരു കിടുക്കാച്ച് വീഡിയോ കാണുന്നവരെ ബൈ.